ഞാനിപ്പം എടാ വീട്ടിലില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം അങ്ങോട്ട്. എടാ ക്രിസ്മസിന് അറേഞ്ച് ചെയ്യാടാ, ഇവിടെ ഇപ്പം പൈസ ഒന്നും ഇല്ല, ക്രിസ്മസിന് അറേഞ്ച് ചെയ്യാം. എന്തോരം ക്രിസ്മസിന് അറേഞ്ച് ചെയ്യാം. അവിടെ ഇരിക്കൊണ്ടോ നമുക്ക് കയറി പോയിട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ
അടുത്ത വീട്ടിൽ കയറും. അങ്ങോട്ട് പോകാം. ഓക്കെ, ഇതാ അവന്റെ വീടാ കള്ളപ്പന്നിയുടെ. അങ്ങോട്ട് അവനൊക്കെ കഴിക്കാം. ഇരട്ടത്ത് നിക്കണ് വീട്ടിൽ പോകുന്നില്ലേ? എന്താ മൂത്തൊരു വിഷമമുണ്ടല്ലോ. എന്തായാലും എന്നോട് പറ. കഷ്ടായി പോയില്ലോടാ. ഇനിയിപ്പോ ക്രിസ്മസ് ഒക്കെ അല്ലേ, നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അവന്. പൈസ ഒന്നുമില്ല. ഒരു കാര്യം ചെയ്യും, ഞാൻ കുറച്ച് പൈസ തരാം. വേണ്ട, അവന് എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചു കൊടു. ക്രിസ്മസ് ഒക്കെ അല്ലേ, നിങ്ങൾ വിഷമിക്കണ്ട, സമയം കളയണ്ട, എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അവന്. ഓക്കെ, രണ്ടാളും ചെല്ലേ. ചേട്ടാ ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തോ. എന്ത് ഗിഫ്റ്റ്? ചേട്ടൻ എന്താ പൈസ തന്നില്ലായിരുന്നു ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി? ആർക്ക്? ചേട്ടൻ കുറച്ചും പൈസ തന്നിട്ടുണ്ട്. ഇല്ല, ഞാനും തന്നില്ല ഞങ്ങൾക്ക് പൈസ. അല്ല, ചേട്ടൻ കുറച്ചൊന്നും പൈസ തന്നായിരുന്നു. റോഡ് വെച്ചു. ഞാൻ പൈസ തന്നിട്ടില്ല. തന്നേട്ടാ, ഞങ്ങൾ പൈസ തന്നായിരുന്നു. നിങ്ങക്ക് ആള് മാറിയതായിരിക്കും. അല്ല, ചേട്ടൻ പൈസ തന്നേട്ടാ. ഇല്ല, ഞാൻ തന്നിട്ടില്ല. ഒന്ന് പോണ മക്കളെ ഞങ്ങൾ അവിടുന്ന്. ഞങ്ങക്ക് പൈസ തരി. ഇരുട്ട് മുന്നേ വീട്ടിൽ കയറി പോകും. നിങ്ങൾക്ക് ആള് മാറിപ്പോയതായിരിക്കും.
നീ ഒരാളെ സഹായിക്കാൻ തുനിഞ്ഞിറങ്ങിയാൽ തീർച്ചയായും ദൈവത്തിൻ്റെ കരങ്ങൾ നിന്നിലൂടെ പ്രവർത്തിക്കുന്നതാണ്.